ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനൊരു പുതിയ വെറൈറ്റി ഉണ്ടാക്കിയേക്കണുണ്ടോ. പുതിയ വെറൈറ്റിയാണ് കേട്ടോ. ഫുഡിങ് ഉണ്ടാക്കിയേക്കണം. അപ്പം മാമ്പഴ സീസണാണല്ലോ. അപ്പം ഞാൻ മാമ്പഴവും ക്യാരറ്റും വെച്ചൊരു ഫുഡിങ് തയ്യാറാക്കിയതാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ മാമ്പഴം നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ട് അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം ചേർക്കാതെ എടുക്കണം. അതുപോലെ ക്യാരറ്റും ഡൈല്യൂട്ട് ക്യാരറ്റ് വേവിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് വേവിച്ച് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ച് പൾപ്പാക്കി എടുക്കണം. അതിനകത്തേക്ക് ഇത് കുറച്ച് വാനില എസൻസ് ചേർക്കണം. പഞ്ചസാരയെ ആവശ്യത്തിന് ചേർക്കണം. മാമ്പഴത്തിന് ആവശ്യമില്ല, മാമ്പഴത്തിന് മധുരം ഉള്ളതുകൊണ്ട് നമ്മൾ ചേർക്കണ്ട. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് പൾപ്പാക്കി എടുക്കണം. ഈ ക്യാരറ്റ് മാമ്പഴം സെപ്പറേറ്റ് എടുക്കണം. എന്നിട്ട് ക്യാരറ്റ് ആദ്യമേ ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊരു പാത്രം എടുത്ത് അത് തുടച്ച് നമ്മൾ അതിൽ നെയ്യ് പുരട്ടിയിട്ട്, നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും പുരട്ടി അത് വിട്ടു പോരാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ഈ പൾപ്പ് ആദ്യം ക്യാരറ്റ് ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് മാമ്പഴപ്പൾപ്പ് ഒഴിക്കണം. മാമ്പഴപ്പൾപ്പ് ഒഴിച്ചിട്ടും ഇത് നമ്മളൊരു 5 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി കഴിയുമ്പോൾ സെറ്റായി കഴിയുമ്പോൾ നമ്മൾ നല്ല അടിപൊളി ഫുഡിങ്ങായിട്ട് നമുക്ക് കഴിക്കാം. നാവിൽ ഊറുന്ന ഒരു ഫുഡിങ്ങാണ്. എല്ലാവരും ഇപ്പം മാമ്പഴം ധാരാളം വീടുകളിലുണ്ട്. എല്ലാവരും ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക. നല്ല അടിപൊളി ഒരു ഫുഡിങ്ങാണ്. നമുക്ക് ഇത് വെച്ച് ഐസ്ക്രീമും ഉണ്ടാക്കാം കേട്ടോ. ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ഞാൻ വേറെ കാണിച്ചു തരാം. ഒന്ന് കഴിച്ചു നോക്കിയേ. നല്ല ഫുഡിങ്ങാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് തണുപ്പില്ലാതെ കഴിക്കാനാണ് കേട്ടോ സുഖം. ടേസ്റ്റ് അതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി ഫുഡിങ്ങാണ്. ഫുഡിങ് എല്ലാം കൊണ്ടും ഉണ്ടാക്കാം. നമുക്ക് കോൺഫ്ലവർ വെച്ചുണ്ടാക്കാം. കോൺഫ്ലവർ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ കോൺഫ്ലവറും കൂടി ഇട്ടുണ്ടാക്കുന്നതുണ്ട്. അത് വേറെ ആയിട്ടാണ്. ഇതിപ്പോൾ നാച്ചുറൽ മാമ്പഴവും ക്യാരറ്റും മാത്രമേ ഉള്ളൂ കേട്ടോ. അടിപൊളി ഫുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെ ബായ്. നല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. എല്ലാവർക്കും ബായ് ഒരിക്കൽ.